പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും CPM സെക്രട്ടറി M.V. ഗോവിന്ദനും ഇന്ന് വയനാട്ടിലെത്തുകയാണ്. വയനാട്ടിലെത്തുന്ന ഇരുവരും ആത്മഹത്യ ചെയ്ത NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയേക്കും. DCC ട്രഷററുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അന്വേഷണം നേരിടുകയാണ്. നിയമന തട്ടിപ്പും കോഴയും അടക്കമുള്ളവയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നേതാക്കൾ എത്തുന്നത്. അർജുൻ PS ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, NM വിജയന്റെ വീട് സന്ദർശിക്കുന്നതിനായി ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും എത്തുന്നു. കോൺഗ്രസ് നേതൃത്വം കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് CPM ആരോപിക്കുന്നത്. പക്ഷേ അന്വേഷണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നീങ്ങുന്നുണ്ട് എന്നുള്ള വിശദീകരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെ വിലയിരുത്താം ഇന്ന് ഈ രണ്ട് നേതാക്കളുടെയും സന്ദർശനത്തെ? സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളടക്കം BJP അടക്കം വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ CPM കോൺഗ്രസിനെ സഹായിക്കുകയാണ്. ഈ കേസ് എടുത്തുവെങ്കിലും പിന്നീട് അതിനൊരു വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല, ആ കേസിനൊരു പ്രോഗ്രസ് ഉണ്ടായില്ല എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമടക്കം BJP ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കാണ് ഇന്ന് M.V. ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി M.V. ഗോവിന്ദൻ നേരിട്ട് ജില്ലയിലെത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വീട്ടിൽ പോകുമായിരിക്കും. അത് തീർച്ചയായിട്ടില്ല, അദ്ദേഹം വീട്ടിൽ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഏത് രീതിയിലായിരിക്കും ഇനി ഈ കേസ് മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. മാത്രമല്ല വി.ഡി. സതീശൻ ഇന്ന് 10 മണിയോടുകൂടി വയനാട്ടിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം 10 മണി കഴിഞ്ഞ് 11 മണിയോടെ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് M.V. ഗോവിന്ദന്റെ ഇദ്ദേഹത്തിന് DCC ട്രഷററുടെ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ഉയർത്തിയിരുന്നു. മകൻ തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതടക്കം വി.ഡി. സതീശൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു KPCCയുടെ ഉപസമിതിയൊക്കെ വന്നിട്ട് കുടുംബത്തെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവരെ തങ്ങളുടെ കൂടെ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് പിന്നീട് വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്നത്. വലിയ രീതിയിൽ ഈ കുടുംബത്തെ ഇനി ഏത് രീതിയിലാണ് വി.ഡി. സതീശൻ സമീപിക്കുക, എന്താണ് വീട്ടുകാരുടെ പ്രതികരണം എന്നുള്ളതടക്കം നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്നാൽ തന്നെയും കഴിഞ്ഞ ആഴ്ച എത്തിയ ഇത്തരത്തിലുള്ള ഉപസമിതി വീട്ടുകാരോട് സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മക്കൾ പറഞ്ഞിരുന്നു തങ്ങൾക്ക് പാർട്ടിയെ വിശ്വാസമുണ്ട്, പാർട്ടി ഈ കടങ്ങളെല്ലാം എഴുതി തള്ളാം എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പാർട്ടിയെ വിശ്വാസമുണ്ട് എന്നുള്ളതായിരുന്നു ആ കുടുംബം പറയുന്നത്. എന്തിനാൽ തന്നെയും ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. IC ബാലകൃഷ്ണനെ ഈ മറ്റന്നാൾ വരെ, അല്ലെങ്കിൽ ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് കോൺഗ്രസിന്റെ നീക്കം, അല്ലെങ്കിൽ IC ബാലകൃഷ്ണന്റെ നീക്കം എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഹൈക്കോടതി പോകുമ്പോൾ വീണ്ടും ഹൈക്കോടതി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളതടക്കം ഇവിടെ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല അതിനിടയ്ക്ക് പോലീസിന്റെ അന്വേഷണം വീണ്ടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഇപ്പോൾ നിരവധി പേരാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് അടുത്ത് വന്നിട്ടുള്ളത്. 4-5 പരാതികൾ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ പരാതികളൊക്കെ ഓരോ ദിവസവും പരാതികളൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഈ DCC ട്രഷററെ ഇത്തരത്തിൽ ഈ ഒരു പണം വാങ്ങുകയും DCC ട്രഷറർ അദ്ദേഹവുമായി NM വിജയൻ അടക്കം വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വാങ്ങുകയും അതുപോലെ തന്നെ ഈ IC ബാലകൃഷ്ണൻ, അല്ലെങ്കിൽ ഇവിടെയുള്ള DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പണം വാങ്ങുകയും അവസാനം ഈ NM വിജയന്റെ തോളിൽ തന്നെ ഈ ഭാരമെല്ലാം ഇട്ടുകൊണ്ട് ഇവർ കൈ കഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ NM വിജയൻ മരിച്ചത് എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ ആ കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കത്തിൽ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. MLA IC ബാലകൃഷ്ണൻ അടക്കം ഇത്തരത്തിൽ പണം വാങ്ങുകയും അവസാനം ഈ പണം അടയ്ക്കാൻ വേണ്ടി താനടക്കം ഈ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് 1 കോടി രൂപയോളമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന് കടമായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബാധ്യതയായിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ ബാധ്യത എന്ന് പറയുന്നത് 1 കോടി രൂപയോളമുണ്ട്. മറ്റ് ബാധ്യതകളടക്കം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ബാങ്കിനടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്
ഈ ബാങ്കിലേക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളാണ് ഈ IC ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ഈ DCC ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് അടക്കം അപ്പച്ചൻ അടക്കമുള്ളവർ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ആ കത്തിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഒരു കരാർ രേഖ അടക്കം നമ്മൾ ആദ്യം തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പണം നൽകി എന്ന് പറയുന്ന മകന് വേണ്ടി പണം നൽകി എന്ന് പറയുന്നുകൊണ്ടുള്ള ഒരു കരാർ രേഖയടക്കം അതിൽ കൃത്യമായി തന്നെ IC ബാലകൃഷ്ണന്റെ പേര് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലായിരുന്നു IC ബാലകൃഷ്ണൻ. ഈ ഒരു കേസ് എടുത്തത് മുതൽ IC ബാലകൃഷ്ണൻ വയനാട്ടിലില്ല, തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് പോലീസിന്റെ അറസ്റ്റ് തടയുക അല്ലെങ്കിൽ അറസ്റ്റ് നടക്കാതിരിക്കുവാൻ വേണ്ടി ഈ തിരുവനന്തപുരത്തേക്ക് പോയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും മറ്റന്നാളോടെ ഈ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയത് തീരും, ആ ഒരു കാലാവധി തീരും. അതിനുശേഷം വീണ്ടും IC ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഏത് തരത്തിലേക്കായിരിക്കും ഈ പോലീസ് നീങ്ങുക എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ആ ഒരു തരത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്ന് VD സതീശൻ കുടുംബത്തെ കാണുവാൻ വയനാട്ടിലെത്തുന്നത്. MV ഗോവിന്ദനും അല്പസമയം ഈ വയനാട്ടിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.